നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം. മമ്മൂക്കയുടെ അനുവാദം ചോദിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി. ആ ഒരു മൊമെന്റ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ്. അതുവെ സുഖമേ കവലൈ വിടുമേ ശിഖരം തൊടുമേ. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇവരെ എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിട്ട് ചേച്ചിയല്ലേ നിലാക്കായും പാടിയത്, ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടാണ് ഫിലിം കാണാൻ വന്നത്, അപ്പോൾ ചേച്ചിയാണെന്ന് എന്നെ മനസ്സിലായിട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതെന്നിട്ട് കൈ പിടിക്കും. ചിത്ര എന്ന് പറയുന്ന ഒരു സിംഗറിന്റെ കൂടെ നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുമെന്നോ അല്ലെങ്കിൽ സ്റ്റേജിൽ പാടുമെന്നോ ഒപ്പം പാടുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കണില്ല. കാരണം നമ്മളിങ്ങനെ ഒരു സ്പേസിൽ വരുന്ന ചിന്തിക്കണില്ലല്ലോ, അല്ലെ വരാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യുന്നുമില്ല. താരാപഥമൊക്കെ ഒരുപാട് തവണ ശ്രീരാജിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്. താരാപഥം ചേതോഹരം പ്രേമാമൃതം. ചുമ്മാണെങ്കിൽ ഞാൻ പറയാറുണ്ട് എന്തെങ്കിലും ഞാനൊരു പടത്തിൽ പാടും. തോർന്ന നിലാവിൽ നാം മാറുരുങ്ങി ഉറങ്ങവേ. വേറെ പണിയെടുത്തിട്ട് ജീവിക്കാന്നുള്ള മൂഡിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പണിയെടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഗായകന് നഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിലിരുന്ന് പാടിയ ഒരാൾ ഇത്രയും വലിയ സെലിബ്രിറ്റീസിന്റെ മുൻപിൽ നിന്ന് പാടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ദൂതും പേരേ നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും എൻ വൈകെ നദി മായ സിറകി തേടും ബദൽ സൽവായോ ജാമക്കിളിയെ എന്തനരികെ സാകും വരെ നിൽവായോ. 80s കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന കുറച്ച് വിൻറ്റേജ് ടച്ചുള്ള കുറച്ച് പാട്ടുകളാണ് ഇപ്പോൾ മലയാളികളുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന മമ്മൂക്കയുടെ കളങ്കാവൽ മൂവിയിലെ കുറച്ച് തമിഴ് ഗാനങ്ങൾ, മുജീബ് മജീദിൻ്റെ മ്യൂസിക് ഡയറക്ഷനിലുള്ള ആ പാട്ടുകളുടെ പിന്നിലുള്ള ഗായകരെയാണ്, ആ പാട്ടിൻ്റെ പിന്നിലെ ശബ്ദത്തെയാണ് ഇപ്പോൾ മലയാളികൾ തിരക്കുന്നത്. എന്തായാലും അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം ശ്രീരാഗ് ഭരതൻ ആൻഡ് സിന്ധു ഡെൽസൺ. ഇപ്പോൾ ശ്രീരാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓൾറെഡി അറിയാം. സ്റ്റാർ സിംഗറിലൂടെയൊക്കെ ഒരുപാട് ജനങ്ങളുടെയൊക്കെ ഒരു പ്രിയങ്കരനായി മാറിയ, ഇപ്പോൾ ആരാധകരൊക്കെ ജൂനിയർ SPB എന്നൊക്കെ ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു ഗായകൻ കൂടിയാണ്. പിന്നെ സിന്ധു ചേച്ചി പക്ഷേ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും പരിചിതമായി കഴിഞ്ഞു. കളങ്കാവിലെ പാട്ട് ആരെ പാടിയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആ ഒരു സിന്ധു ഡെൽസൺ എന്നുള്ള പേര് ഇപ്പോൾ പരിചയമായി. ചേച്ചിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ചോദിക്കണം എന്നൊക്കെ തോന്നിയൊരു കാര്യമാണ്, എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്തായിരുന്നു, എന്തത്ര വൈകിയേ? വീട്ടില് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പാടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സ്മ്യൂളിലൊക്കെ ഞാൻ പാടും. സ്മ്യൂൾ ആപ്പിലൂടെയാണ് ഞാൻ പാട്ടൊക്കെ തനിയെ പാടി ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതെ, ഈ പാട്ടിന് പിന്നിലൊരു ഈ പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ഒരു വീട്ടമ്മയാണ് പാട്ട് പാടിയത്. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു അത് കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇതുപോലെ സ്മ്യൂളും സ്റ്റാർ മേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പാട്ടുകാരിയെ അറിയാനായിട്ട് കാണാനായിട്ട് ഭയങ്കര ഒരു കൗതുകം തോന്നിയിരുന്നു. അപ്പോൾ മകനാണ് ഇപ്പോൾ ഇതിലേക്കുള്ള ഒരു എൻട്രി, ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രിക്ക് വഴിവെച്ചതല്ല? അതെ അതെ, ഇങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി. മോൻ മുജീബ് മജീദിൻ്റെ അഡീഷണൽ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കളങ്കാവലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോടായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് അമ്മ ഒരു പാട്ട് പാടാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് എന്തെങ്കിലും വല്ല ഇതിനു വേണ്ടി ചോദിക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു. അപ്പോഴേ ഈ ലിറിക്സ് ഇട്ട് തന്നത്, ഈ പാട്ട് പാടി അയക്കണം മമ്മൂക്കയുടെ ഒരു പടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അമ്മയുടെ വോയിസ് ഇഷ്ടപ്പെട്ടാൽ എടുക്കും, ട്രൈ ചെയ്യുവാണ്. അപ്പോൾ വേറെ ആരോടും പറയുമൊന്നും വേണ്ട എന്നൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സിനിമയിൽ പാടിയെന്നൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വേറൊരു ലിറിക്സ് ആയിരുന്നു ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നത്. അതേതായിരുന്നു ആ പാട്ട്? അത് മഴയത്തു ഇന്നില്ല അതിൻ്റെ വേറൊരു ലിറിക്സ് ആയിരുന്നു തന്നെ. അപ്പം അത് പാടി അത് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നതാണ്. അപ്പം അത് ആ ട്യൂണിൽ പാടി അയച്ചു കൊടുത്തു. ഡയറക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വോയിസ് മതിയെന്ന് മമ്മൂക്ക കേട്ട് ആ സമയത്ത് പറഞ്ഞത് അപ്പം ഇവനെ ഓൾറെഡി പറഞ്ഞായിരുന്നു അമ്മ പഴയ പാട്ടുകളൊക്കെയാണ് കൂടുതൽ പാടുന്നതെന്നൊക്കെ ഇവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ അവൻ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർ ഇതിനകത്തോട്ട് സജസ്റ്റ് ചെയ്തത്. മമ്മൂക്കയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒറിജിനൽ
ലിറിക്സിൽ ഞാൻ ഈ പാടി. മമ്മൂക്കൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചേച്ചി ഒരുപാട് സന്തോഷം. കാര്യം നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയുള്ള ഒരു ഇതാണ്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ സിനിമയിൽ പെട്ടെന്ന് വീട്ടിൽ പാടിയിരുന്ന ഒരാളെ പെട്ടെന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഓക്കെ, ശ്രീരാഗ് പിന്നെ ഓൾറെഡി എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു സിംഗറാണ്. ഓൾറെഡി ആ ശബ്ദം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സ്റ്റാർ സിംഗറിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വോയിസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രീരാഗിൻ്റെ വോയിസിലൂടെയാണ്, ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് പാട്ട് ആസ്വദിക്കാൻ തുടങ്ങിയതെന്നുള്ള ചില കമൻസ് വരെ ഞാൻ കണ്ടു, ചില പ്രതികരണങ്ങൾ ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പോൾ ശ്രീരാഗിൻ്റെ ഈ ഒരു കളങ്കാവൽ മൂവിക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അങ്ങനെ മുജീബൊക്കെ അങ്ങനെ വിളിച്ചിട്ട് പാടി നോക്കി, ഇങ്ങനെ പഴയ ഒരു ടെക്സ്ചർ വേണം, അതാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാടി വെച്ച് വന്നു. പിന്നെ വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ പിന്നെ പടത്തിൻ്റെ റിലീസിനോട് അടുത്തപ്പോൾ പറഞ്ഞു പാട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പാടി കൊളാക്കിയുള്ള ഒരു പാട്ടുണ്ട്, അത് നിങ്ങൾ ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ട്. രണ്ടുപേരും കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി നല്ലൊരു കെമിസ്ട്രി ഉണ്ട് രണ്ടുപേരും വോയിസിൽ. ആ പാട്ടൊന്ന് പാടാവോ? കണ്ടവുടനുയിരിൽ കലന്തവളേ, കാതലിസை കാതിൽ மொழிந்தவளே, கால் முளைத்த பூ போல் நடந்தவளே, காலை வரை மார்பில் அணிந்தவளே, உன்மடியில் சாய்ந்தால் போதுமே, பூமழையில் நெஞ்சம் மலருமே, உன்னருகில் வாழ்ந்தால் போதுமே, அதுவே சுகமே, கவலை விடுமே, சிகரம் தொடுமே, வைகை நதி மாய சிறகே, தேடும் பதில் சொல்வாயோ, ஏ ஜாம கிளியே எந்தன் அருகே, சாவும் வரை நில்வாயோ, வானம் கடலானாலும் நேரம் விந்து போனாலும், காற்றலைகள் ஓய்ந்தாலும் நம் உறவு மாயாதே, பாசமலரே பாதி உயிரே, இந்த கதை தீராதே, என் வைகை நதியே மாய சிறகே, தேடும் பதில் சொல்வாயோ, ஜாம கிளியே எந்தன் அருகே, சாயும் வரை நில்வாயோ. വാ, അടിപൊളി. ഇപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് നിലാക്കായും വിളിച്ചത്. ആ ഒരു സോങ് സിനിമയിൽ ഉടനീളം ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ സ്പോയിലർ ചെയ്യുന്നില്ല, ഇനി കാണാനുള്ളവർക്ക് അത് മനസ്സിലാവും. കണ്ടവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് ആ ഒരു പാട്ട്. ചേച്ചിക്ക് ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ഇത്രയും അധികം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും എന്ന് തോന്നിയിരുന്നു? അതിനെക്കുറിച്ച് അറിയാമായിരുന്നു? അതായത് നിലാക്കായും എന്നുള്ള പാട്ട് എനിക്ക് തന്നപ്പോൾ മമ്മൂക്ക ട്രാവൽ ചെയ്യുമ്പോൾ വോക്ക്മാനിൽ കൂടെ കേൾക്കുന്ന പാട്ടാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഫർ ചെയ്യാൻ വേണ്ടി ജാനകിയമ്മയുടെ ഒരുപാട് പഴയ തമിഴ് സോങ് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിൻറ്റേജ് ഫീല് കൊണ്ടുവരണം എന്നൊക്കെയുള്ള റെഫറൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു മുജീബ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എത്ര സ്ഥലത്തെ പ്ലേസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സിനിമ വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് അതെ, സിനിമയിലത്തെ ഒരു മെയിൻ പാട്ടായി മാറിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഒരു എന്താ ഒരു മിസ്റ്റീരിയസ് ഫീൽ, അങ്ങനത്തെ ഒരു ഫീൽ തോന്നല്ലേ? ഒരു എന്താണ് ഈ ഒരു ഗോസ്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഈ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഒത്തിരി പേര് ഇത് പ്രേതത്തിന്റെ വല്ല എലമെന്റ് ഉള്ളതാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഞാൻ പൊതുവെ അങ്ങനെയുള്ളൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ്. ഓക്കെ, അപ്പൊ ആ പാട്ടൊന്ന് പാടാവുന്ന? നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവശം, കൺകൾ ഉറങ്ങാமல் தேடுதே ஒரு முகம், புன்னகை புதிரினில் தடுமாறும் இதயம், எந்த நாளில் வந்து சேரும் நம் காதல் சங்கமம். അടിപൊളി.
ഈ ഒരു പാട്ടുണ്ടല്ലോ, നിങ്ങൾ ആ ലോഞ്ചിങ് ടൈമിലാണ് ശരിക്കും നേരിട്ട് എല്ലാവരുടെ മുന്നിൽ പാടുന്നതും, ആ ഒരു മമ്മൂക്കയുടെ അടുത്തേക്ക് നേരിട്ട് പാടുന്നത് ലോഞ്ചിങ് ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക നേരിട്ട് വന്ന് എന്തെങ്കിലും അപ്രിസിയേഷൻ തരിക, അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മമ്മൂക്ക നമ്മള് മമ്മൂക്കയുടെ അനുവാദം ചോദിച്ചിട്ടാണ് സ്റ്റേജിൽ കയറിയത്. ഓക്കെ. അപ്പോഴത്തേക്കും അവർ എല്ലാവരും നേരിട്ട് കേൾക്കുമ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു? ഞങ്ങള് ശരിക്കും അവരുടെ മുഖത്തും നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാര്യം ഇത്രയും വേറെയും ലെജൻസൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നതുകൊണ്ട് എനിക്ക് ആ മുൻപിലിരിക്കണ ആരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യത്തിൽ. മമ്മൂക്കയെ ഇത് ചോദിച്ചിട്ടാണ് ഞാൻ സ്റ്റേജിലോട്ട് കയറിയത്. അപ്പം അത് ഒരുപാട് ആ ഒരു മൊമെൻ്റ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റാണ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിലിരുന്ന് പാടിയ ഒരാൾ ഇത്രയും വലിയ ആളുകളുടെ മുൻപിൽ, സെലിബ്രിറ്റീസിൻ്റെ മുൻപിൽ നിന്ന് പാടുകയെന്ന് പറയണത് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ചേച്ചി ഇതുപോലെ സ്കൂളിലൊക്കെ പാടി ആ ഒരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എന്തെങ്കിലും പാടണമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയിലത്തെ ഒരു പിന്നണി ഗായിക ആവണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ചുമ്മാതാണെങ്കിൽ ഞാൻ പറയായിരുന്നു എന്തെങ്കിലും ഞാനൊരു പടത്തിൽ പാടും എന്നിങ്ങനെ പറയുമായിരുന്നു വെറുതെ. അതിപ്പോ എന്തായാലും സാധിച്ചു. അതെ. ഓക്കെ. ശ്രീരാഗിന്റെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മലയാളികളൊക്കെ ഈ കളങ്കാവൽ മൂവിലത്തെ സോങ്സ് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ആദ്യം പോയി തപ്പിയത് ഇളയരാജ സോങ്സാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് നോക്കി ഇത് പഴയ വല്ല സോങ്സിന്റെ റീമാസ്റ്റർ ചെയ്താണോ, ഇതൊക്കെ കുറേ ഇങ്ങനെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. പിന്നെ ഇത് ഒറിജിനൽ പാട്ടാണ്, നമ്മുടെ മുജീബ് മജീദ് എൻ്റെ ഡയറക്ഷനിൽ വന്നൊരു പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കോമൻസ് എന്താണെന്ന് വെച്ചാൽ ഈ SPB ഇളയരാജ കോമ്പിനേഷൻ പിന്നെയും വന്നു, ആ ഒരു ഇതാണ്. കാരണം ശ്രീരാഗിന്റെ വോയിസിന് ഒരു SPB വോയിസിനായിട്ടുള്ള ഒരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. എന്താണ് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും? അങ്ങനെ കേട്ടു. പക്ഷെ അല്ലെ SPB സാർ ഇളയരാജ ആകുമ്പോൾ അത് വേറൊരു പരിപാടിയാണ്. അത് അങ്ങനെയൊക്കെ എടുക്കാവുള്ളൂ. കുറെ അത് അല്ല വലിയ ലെജൻസ് എന്നുള്ള രീതിയിലുള്ള ആ പാട്ടായിട്ട് തന്നെ അത് അങ്ങനെ വേറൊരു സ്ഥലത്താണ് അത് നിൽക്കുന്നത്. അപ്പൊ അതിങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സമയത്ത് ഓരോ കമന്റ്സ് ഇങ്ങനെ വരുമല്ലോ, തോന്നുന്നു. ആദ്യം തൊട്ടേ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർസിംഗില് ശ്രീരാഗ് എല്ലാവർക്കും പരിചയമായി തുടങ്ങിയപ്പോഴേ എല്ലാവരും കമന്റ്സ് ഇടുന്ന കൂടുതലും പേരുടെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ജൂനിയർ SPB അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇളയരാജ SPB തിരിച്ചു വന്നു അല്ലെങ്കിൽ മലയാളത്തിലേക്ക് വന്നു എന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഇളയരാജ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ? അങ്ങനെ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സിനിമാ പാട്ടുകൾ രാജാ സാറിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് അതിലൊരെണ്ണം എന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ആയിരം നിറങ്ങൾ ജാലമിടും രാത്രി വാസലിൽ കോലമിടും വാനം ഇരുളുക്ക് പാലമിടും പാടും பறவைகள் தாளமிடும் பூமரங்கள் சாமரங்கள் வீசாதோ இது ஒரு பொன்மாலை பொழுது வானமகள் நாடுகிறாள் வேறு உடல் ஊனகிறாள் இது ஒரு பொன்மாலை பொழுது. അടിപൊളി. ചേച്ചി ഇതുപോലെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ 2 വർഷത്തോളം അയ്യപ്പങ്കാവ്, എറണാകുളം അയ്യപ്പങ്കാവ് രവി മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാറിൻ്റെ അടുത്ത് ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, ഒരു 10-11 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ കുറേ വർഷത്തേക്ക് പാട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് പിന്നെ മോനൊക്കെ ജനിച്ചു കഴിഞ്ഞൊരു മോനൊരു 5 വയസ്സുള്ളപ്പോൾ മുതൽ നമ്മൾ പാട്ടുപാടിയൊക്കെ ഉറക്കമൊക്കെ ചെയ്യുമല്ലോ. അപ്പം പിന്നെ വീണ്ടും പാട്ട് ഇങ്ങനെ വെറുതെ വീട്ടിൽ പാടി പഴയ പാട്ടുകളൊക്കെ പാടി അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ ചേച്ചിനെ പരിചയപ്പെട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഞാൻ വൈകിട്ട് രാത്രിയെ പോയി. അപ്പോൾ ഒരു ഫാമിലി എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു.
അപ്പം ഞാൻ പെട്ടെന്ന് അവരുന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഇവരെന്നെ ഇപ്പോൾ അറ്റൻഡ് ചെയ്തില്ല ശ്രദ്ധിക്കണേന്നുള്ളത്. അപ്പം ഞാനത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇവരെ എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിട്ട് ചേച്ചിയല്ലേ നിലാക്കായും പാടിയത്, ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടാണ് ഫിലിം കാണാൻ വന്നേ, ലോഞ്ചിങ്ങിന് കണ്ടായിരുന്നു, അപ്പോൾ ചേച്ചിയാണെന്ന് എന്നെ മനസ്സിലായിട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്രയും ഫുള്ളായിരുന്നു ആ തിയേറ്ററിൽ കംപ്ലീറ്റ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ എനിക്ക് പേഴ്സണലി ഈ നിലാക്കായും വെളിച്ചം ഇഷ്ടമാണ്, നല്ല പാട്ടാണ്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മന്നനെ മാളിമൈ എന്നുള്ള പാട്ടാണ്. അതിനൊരു പ്രത്യേക ഒരു നല്ലൊരു ഫീലുണ്ട്. ആ പാട്ടൊന്ന് പാടാം. മന്നനെ നീ മാலை மயங்கும் என் கண்ணோடு கண் சேருதே, மண்ணிலும் என் காதல் அடங்கும் பொய்வெண்ணோடு நீ சொல்லுதே, மௌனமே கானமே மலரே அழகின் மொழிகள். അടിപൊളി. താങ്ക് യു. ശ്രീരാജ് അതുപോലെ ഈ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് കളങ്കാവൽ മൂവിയിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ ഇത് ഇത്രയും ഒരു ട്രെൻഡിങ് എല്ലാവരും ഇത്രയും ഏറ്റെടുക്കുന്നൊക്കെ കരുതിയിരുന്നു? അല്ല, അങ്ങനെ അറിയില്ല. പക്ഷെ മമ്മൂക്കയുടെ ഒരു കുറച്ച് നാളത്തിന് ശേഷം വരുന്നൊരു പടമാണല്ലോ. അപ്പൊ പടം എന്തായാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു 80s നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ട് ഈ അടുത്ത് അങ്ങനെ ഒരു ആ ഒരു ഫീല് കിട്ടുന്നതും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർ സിംഗറിലേക്ക് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ എല്ലാവരും സ്റ്റാർ സിംഗർ വിന്നറിനെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടത് ശരിക്കും ജനഹൃദയങ്ങളിൽ ശ്രീരാഗാണ് വിന്നർ എന്നുള്ള കുറേ കമൻറ്റ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റാർ സിംഗർ പോലുള്ള ഒരു പ്രോഗ്രാമിൽ ഒരു ഫൈനലിസ്റ്റ് ആവുന്നതൊക്കെ പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർ സിംഗർ ജേണി എങ്ങനെയായിരുന്നു, ആ ഒരു അനുഭവം, അവിടെയുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടതും? എത്തിപ്പെട്ടത് ഞാൻ വളരെ ആക്സിഡന്റിൽ എത്തിപ്പെട്ടാണ്. ഞാനിങ്ങനെ എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ്. ഞാൻ വേറെ ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ഓഡിഷൻ ഒന്നും പോയിട്ടില്ല വേറെ എവിടെ. അപ്പൊ ഇതിനിങ്ങനെ അവരൊരു ഓഡിഷൻ ഹണ്ട് എന്നുള്ള പോലെ ഓഡിഷൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ പാട്ടൊക്കെ പഴയ പാട്ടൊക്കെ ഇങ്ങനെ പാടി ഫേസ്ബുക്കിൽ ഇടുമായിരുന്നു. ഇൻസ്റ്റയിലും ഇടും, പക്ഷെ ഇൻസ്റ്റയൊക്കെ കൂടുതൽ ആൾക്കാർ കാണുന്നത് ഫേസ്ബുക്കിലാണ് കുറച്ചുകൂടെ. ഇൻസ്ട്രുമെന്റ് ഗിറ്റാർ യൂസ് ചെയ്യല്ലേ? ഗിറ്റാർ അപ്പോൾ അത് കണ്ടിട്ട് ടീമിലെ ഒരാള് ഓഡിഷന് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റാവില്ല, എനിക്കിഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ പാടി ഞാൻ അങ്ങനെ പോവാണ്, ഞാൻ വേറെ പണിയെടുത്തിട്ട് ജീവിക്കാന്നുള്ള മൂഡിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പണിയെടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഗായകന് നഷ്ടപ്പെട്ടായിരുന്നു. പണിയെടുത്താലും ഞാൻ പാടുമായിരുന്നു. ഇങ്ങനെ കേൾക്കുന്നു, നമുക്കറിയില്ല വേറൊരു രീതി വന്നേനെ. അതെ, അപ്പൊ അങ്ങനെ ഓഡിഷന് വന്ന് പിന്നെ കേറിയതാണ് ഇതിനകത്ത് സ്റ്റാർ സിംഗറിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലൊരു ഡ്യുവറ്റ് ആയാലോ? ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. താരാപഥം, എനിക്ക് എൻ്റെ താരാപഥം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പാട്ട്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ, നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. എന്താ രസം കേൾക്കല്ലേ, അടിപൊളി. ആക്ച്വലി ഈ ഒരു പാട്ട് ശ്രീരാഗ് ചിത്രചേച്ചിയുടെ കൂടെ സ്റ്റേജ് ഷോയിൽ പാടിയിട്ടുണ്ട്. ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നു, എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു അത്. അതുപോലെ തന്നെ ഒരു 2-3 സ്റ്റേജ് ഷോസ് ചിത്രചേച്ചിയുടെ കൂടെ ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? അത് ഭയങ്കര ഒരു ശ്രീരാഗിന്റെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു എന്നുള്ളൊരു. അങ്ങനെ ആലോചിച്ചിട്ടില്ല, അങ്ങനെ പാടുന്നോ പാടാൻ പറ്റുമെന്നോ പാടണമെന്നോ ആലോചിച്ചിട്ടില്ല. പ്രത്യേകത വെച്ചാൽ നമ്മൾ കേട്ട് ഇങ്ങനെ ഇരിക്കും, കേട്ട് അതിൽ ആസ്വദിച്ച്. ഞാൻ പല പ്രാവശ്യം ഇട്ട പാട്ട് തന്നെ താരാപഥമൊക്കെ ഒരുപാട് തവണ ശ്രീരാഗിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കും, ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വോയിസ്. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ആ വോയിസിലൂടെ എനിക്ക് പാടാനും പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അത്രയും നല്ലൊരു. അപ്പോൾ ആ ചിത്രചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ് ഷോസിൽ ചെയ്യുമ്പോഴുള്ള ഒരു, അതായത് നമ്മൾ
യേശ് ചിത്ര എന്ന് പറയുന്ന ഒരു സിംഗറിൻ്റെ കൂടെ നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുമെന്നോ അല്ലെങ്കിൽ സ്റ്റേജിൽ പാടുമെന്നോ ഒപ്പം പാടുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കണില്ല. കാരണം നമ്മളിങ്ങനെ ഒരു സ്പേസിൽ വരുന്ന ചിന്തിക്കണില്ലല്ലോ, അല്ലെ വരാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത് ഒരു അങ്ങനെ പാടുന്നു. അപ്പോൾ പാടിയതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ആലോചിക്കുന്നതും. ശരി, ഞാൻ അയ്യോ, ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനിങ്ങനെയാണല്ലോ ചിത്ര പാടിയത്. ചേച്ചിയുടെ കൂടെ ശ്രീരാഗ് പാടുന്ന സമയത്ത് ചേച്ചി ഭയങ്കര വാത്സല്യത്തോടെ ഒരു മോന്റെ എടുത്ത് നോക്കുന്ന പോലെയാണ് അടുത്ത് നിൽക്കുന്നതും ചിത്ര ചേച്ചിയുടെ ആ ഒരു വാത്സല്യം ഓൾറെഡി ഉണ്ട്. പിന്നെ പാടുമ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ പാടും. അപ്പം അതിന് പാടുന്ന നേരത്തെ എന്നോട് പ്രത്യേക വാത്സല്യം അങ്ങനെ. അതിലെ ഒരു അമ്പലപ്പുഴ എന്നുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊന്ന് പാടാവോ? പാടാം. ചേച്ചി അറിയാത് രണ്ടുപേരും കൂടെ. അഗ്നിസാക്ഷിയായില താലി ചാർത്തിൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറി കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. തുളസീദളമായി അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. മനോഹരായിട്ടുണ്ട്. ആ ഒരു എന്താ പറയാ, രണ്ടുപേരുടെ കേൾക്കുമ്പോൾ പാടുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയാ, ആ അമ്പലപ്പുഴ കണ്ണിന് മുന്നിൽ നിൽക്കുന്ന പോലെ ഒരു ഫീല്. ഓക്കെ, അപ്പോൾ ചേച്ചി ഇതുപോലെ എന്താണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പാടി സിനിമയിലേക്കൊക്കെ എത്തി. ഇനിയും ഇതുപോലെ സിനിമയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പാടും? അത് ഈ ഒരു പ്രൊഫഷനായിട്ട് അത് സ്വീകരിക്കാന്നുള്ള സിനിമയിൽ കിട്ടിയാൽ പാടും. ഞാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യും. സംഗീതം പഠിക്കാൻ ഞാൻ ചേർന്നു. ഇപ്പോൾ ഈ അടുത്ത് ചേർന്നായിരുന്നു റീസെൻ്റായിട്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാമല്ലോ. നമ്മളിപ്പോൾ കേട്ടിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞ ഒന്നും അല്ലല്ലോ പഠിക്കുന്നേ. അപ്പോൾ അതിന് പോയി ചേർന്നു. കുറച്ചും കൂടി ഇതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒരു എന്താണ് പഴയ പാട്ടുകളുടെ ഒരു ടച്ചാണ്. പഴയ സിംഗേഴ്സിനൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഇപ്പോൾ ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ റെഫർ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ജാനകിയമ്മയുടെ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടി? ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം കാലം വന്നാൽ പൂജാബിംബം കാണിക്കയായി കാഴ്ച വയ്ക്കും. നിർമാല്യം കൊണ്ടാരാധിക്കാൻ രോമാഞ്ചമായവൾ മാറി. രാഗേന്ദു കിരണങ്ങൾ ഒളിവീശില്ല. രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല. മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി മനവും തനവും മരുഭൂമിയായി. നിദ്രാവിഹീനങ്ങളല്ലോ ഇന്നും അവളുടെ രാവുകൾ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ശ്രീരാഗ് ഇപ്പോൾ ഈ ഒരു പാട്ടുകളൊക്കെ പ്രൊഫഷനായിട്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ പാട്ടിലേക്ക് വരാം എന്നൊക്കെ തോന്നി ചെറുപ്പം തൊട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയാണല്ലേ? 8-ാം വയസ്സ് മുതലൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പ്രൊഫഷനാക്കാം, പാട്ട് എന്താണ് നമ്മളൊരു ഇതിലേക്ക് പ്രൊഫഷനാക്കാൻ തോന്നിയ സമയത്ത് എപ്പോഴായിരുന്നു? ആ ഒരു അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോയതാണ്. അപ്പോൾ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്, പക്ഷെ ഒന്നും പുറത്ത് ഒന്നും കിട്ടിട്ടില്ല. കമ്പോസിംഗ് ഒക്കെ ഇഷ്ടമാണ്, മ്യൂസിക് കമ്പോസിംഗ് കാര്യങ്ങളൊക്കെ സിനിമയിലേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഞാൻ കാപ്പബിൾ അല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് കമ്പോസർ ഇപ്പം മജീദിനെ എന്തായാലും ഇഷ്ടമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു മ്യൂസിക് കമ്പോസർ അങ്ങനെ എടുത്തു പറയാനുണ്ടായിട്ടുണ്ടാവില്ല, അറിയാം. എടുത്തു പറയാൻ പണ്ട് തൊട്ടേ കുറെ പേരുണ്ടാവും, അവരെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഒരു എ റഹ്മാന്റെ ഒരു പാടും. அந்த இளம் வயதில் ஆற்றங்கரை மணலில்
കാലടിത്തടം പതിത്തോ യാരറിഞ്ഞാൻ നന്ദവനക്കരയിൽ നട്ടുവൈത്ത ചെടിയിൽ മുത്തമിട്ട മുതർപ്പൂവേ യാർ തരരാ കാതലർ തീണ്ടാത പൂക്കളിൽ തേനില്ലേ ഇടവെളി താണ്ടാത என் வசம் நான் இல்லை தொட தொட மலர்ந்ததென்ன பூவே தொட்டவனே மறந்ததென்ன பார்வைகள் புதிதா ஸ்பரிசங்கள் புதிதா மழை வர பூமி மறப்பதென்ன பார்வைகள் புதிதா ஸ்பரிசங்கள் புதிதா மழை வர பூமி மறப்பதென்ன தொட தொட மலர்ந்ததென்ன பூவே തൊട്ടവനെ മറന്നതെന്ന വൈദ്യൊക്കെ എന്താണ് പാട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ചോദിക്കുന്നത് ഈ അത്ര ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ചോദിക്കുന്നതാ, മമ്മൂക്കനെയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം? രണ്ടാളെ ഇഷ്ടമാണ്, എനിക്ക് രണ്ടുപേരെ ഇഷ്ടം. രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പം നമ്മൾ മമ്മൂക്കയുടെ സിനിമയിലത്തെ പാട്ടൊക്കെ നമ്മളിപ്പോൾ കേട്ടു. ഒരു മോഹൻലാൽ സിനിമയിലത്തെ ഒരു പാട്ട് രണ്ടുപേരും കൂടെ ഒരു ഡുവറ്റ്, ഒരു വിന്റേജ് കാലഘട്ടത്തിൽ. ചെന്തളിരുകളോലും കന്യാവാടികയിൽ മാനിണകളെ നോക്കി കയ്യിൽ കറുകയുമായി വരം നേടുന്നു സ്വയം അലിഞ്ഞാടുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവാസന്തം പോലെ ലയം പോലെ തലം പോലെ ഹരിയ ഹരിതഗിരി പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങോ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേരേ നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. സൂപ്പർ. നമ്മളൊരു ലാലേട്ടൻ്റെ വിന്റേജ് ടൈമിൽ പോയ പോലെ ഒരു ഫീൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ലോഞ്ചിങ്ങിന് ശേഷം ഒരുമിച്ച് ഒരു വേദിയിൽ വേറെ എവിടെയെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? പാടിയിട്ടില്ല. ഇപ്പോഴാണ് കാണുന്നത് രണ്ടുപേരും ഒരുമിച്ച്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ശ്രീരാഗിൻ്റെ ഒരു വോയിസിൽ തോന്നിയിട്ടുള്ള ഭയങ്കര ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുന്ന വോയിസാണ്, ഒരു ഭയങ്കര രസമുള്ള ഒരു ഭാവഗായകൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു രസമാണ്. അപ്പോൾ ഇനി പഴയ ഒരു ഡ്യൂട്ടോപ്സിലൊക്കെ ഒരു പാട്ടുകളുണ്ടല്ലോ, വസന്തം പോലെ, അങ്ങനെ കുറച്ച് നല്ല നല്ല പാട്ടുകളുണ്ട്. അതിൽ ആ വസന്തം പോലെ എന്നുള്ളൊരു പാട്ട് എനിക്ക് ശ്രീരാഗ് വോയിസിൽ കേട്ടാൽ കൊള്ളാറുണ്ട്. അതൊന്ന് പാടാവോ? വരി ചിലപ്പോ. എന്റെ ജാലകവാതിലിൽ വന്നു ചേർന്നൊരു തിങ്കളെ നിന്റെ ചന്ദനഗന്ധമിൻ നെഞ്ചിലമൃതായി കുളിരവേ പെയ്തു തോർന്ന നിലാവിൽ നാം മാറുരുങ്ങിയുറങ്ങവേ പെയ്തു തോർന്ന നിലാവിൽ നാം മാറുരുങ്ങിയുറങ്ങവേ പിന്നെയും പൂത്തു പ്രണയമന്ദാരം വസന്തം പോലെ ഒരു സന്ധ്യയെപ്പോലെ നിലാവിൽ പൂക്കും കണിമുല്ലയെപ്പോലെ ഹൃദയമാം പൂവിലെ ശലഭമായി വന്നു നീ നെറുകയിൽ അണിയുമോ പ്രണയ സിന്ദൂരം. താങ്ക് യു സോ മച്ച്. മാറുരുമ്മി ഉറങ്ങവേ എന്നാണ്. ഞാൻ രണ്ടാമത് ഇപ്പൊ മാറി
അറിയാണ്ടും അറിയാവുന്ന സിന്ധു ചേച്ചിയുടെ പാട്ട് ഇപ്പോൾ കളങ്കാവൽ മൂവിയിലേക്ക് വന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്കും ശ്രീരാഗിന് എന്താ തോന്നി? എനിക്ക് ശബ്ദമാണ് മെയിനായിട്ട്. ശബ്ദമാണ് മെയിൻ. ചേച്ചിയുടെ എന്തെങ്കിലും പറഞ്ഞിരുന്നു അതിനെ കുറിച്ച്? നമ്മള് ലോഞ്ചിങ്ങിന് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, പാട്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ചേച്ചി അതുപോലെ എന്താണ് ശ്രീരാഗിന്റെ പാട്ട്? ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഞാനൊരു ആരാധികയായിരുന്നു. ഭയങ്കര പാട്ടിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ മെലഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ ആരായാലും ലയിച്ചിരുന്നു പോകുമല്ലോ. പിന്നെ സ്റ്റാർ സിംഗറിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എപ്പോഴും കാണുമായിരുന്നു. ഇവൻ്റെയും അനു, പിന്നെ നന്ദ, അവരൊക്കെ ഞാൻ നന്ദേനെ എനിക്ക് ഏറ്റവും അടുത്തറിയണ ഒരു മോളാണ്. അപ്പോൾ അവരുടെയൊക്കെ പാട്ട് ഞാൻ സ്ഥിരം ആസ്വദിച്ച് തന്നെ കേൾക്കുമായിരുന്നു ശ്രീരാഗിൻ്റെ പാട്ടൊക്കെ. അവരെല്ലാവരും നല്ലൊരു വൈബാണ്. അതെ 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 തീർച്ചയായിട്ടും ടീമായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.